അന്ന് രാത്രി കിടക്കാനായ റൂമിലേക്ക് ഒരു ജഗ്ഗിൽ വെള്ളവുമായി അമ്മു കടന്നു വന്നു. അവൾ വെള്ളം മേശയുടെ മുകളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഉണ്ണിയെ ചുറ്റും നോക്കി. പക്ഷേ അവൾ കണ്ടില്ല. പിന്നീട് ബാത്റൂമിൽ നിന്ന് വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടതും അവൻ കുളിക്കുകയാണ് എന്ന് മനസ്സിലാക്കി. അവൾ കബോർഡിൽ നിന്ന് കിടക്കവിരി എടുത്ത് വിരിക്കാൻ തുടങ്ങിയതും അവൻ കുളി കഴിഞ്ഞ് വന്നു. അവൻ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അവൾക്ക് അവനെ കണ്ടതും എന്തെന്നില്ലാത്ത പരവേശമായി. പുറത്ത് നല്ല മഴയ്ക്കുള്ള കോള് വരുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് അവരെ ആകെ പൊതിഞ്ഞു കൊണ്ടുപോയി. നല്ല തണുപ്പ് അല്ലേ? അവളെ നോക്കി അവൻ പറഞ്ഞു. അതെ എന്നവൾ തലയാട്ടി. അവൾക്കെന്തോ വല്ലാത്തൊരു കുളിര് ശരീരത്തിലൂടെ കടന്നു പോകുന്നത് പോലെ തോന്നി. തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നനഞ്ഞ മുണ്ടുകൊണ്ട് തല തോർത്തി ഉണ്ണി അവളെ നോക്കി പറഞ്ഞു. എന്താണ് എന്ന മുഖഭാവത്തോടെ അവൾ അവനെ നോക്കി. അവൾക്കതറിയാൻ ഒരാകാംക്ഷ മുട്ടിട്ടു. അവൾ പതിയെ കിടക്കവേരി വിരിച്ചു കഴിഞ്ഞ് അവൻ്റെ അപ്പുറത്തായി വന്ന് നിന്നുകൊണ്ട് അവനെ നോക്കി. ഞാൻ തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ഡിഗ്രി എക്സാമിനുള്ള അപേക്ഷ കൊടുത്തു. അടുത്ത ആഴ്ചയാണ് താൻ എഴുതാതെ ഇരുന്ന ആ പേപ്പറില്ലേ, അതിൻ്റെ എക്സാം വരുന്നത്. തന്നോട് ഞാൻ ചോദിച്ചില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, താൻ ഇതുവരെ ആ എക്സാം എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ടാ. തനിക്ക് വേണ്ട പുസ്തകങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ എൻ്റെ ബാഗിലുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബാഗിലേക്ക് പുസ്തകം എടുക്കാൻ തിരിഞ്ഞു. അവൾക്ക് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അവൻ പുസ്തകങ്ങളെല്ലാം അവൾക്ക് നേരെ നീട്ടി. നിറഞ്ഞൊഴുകുന്ന അവളുടെ മിഴികൾ അവൾ പതിയെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി. എന്തിനാണോ താൻ കരയുന്നത്? അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഏയ്, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു തുടർന്ന് പഠിക്കണമെന്ന്. പക്ഷേ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിരുന്നില്ല. എനിവേ താങ്ക് യു ഉണ്ണേട്ടാ. അതും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. ഏയ്, കരയാതെ ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഞാൻ നിന്നെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഇനി ദിവസങ്ങളില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ താടി അവന് നേരെ ഉയർത്തി. അവളൊന്ന് നേരിയ ചിരി ചിരിച്ചു. എനിക്കിപ്പോൾ അപ്പുവേട്ടനെയാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ എന്നെ പഠിക്കാൻ വിടാമെന്ന് പറഞ്ഞിരുന്നു ഏട്ടൻ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ. എനിക്കിനി ആരുമില്ല. അതും പറഞ്ഞ് അവൾ മുഖം കൈകൊണ്ട് പൊത്തിക്കരഞ്ഞു. അപ്പോൾ ഞാനാരാ? നിനക്കിപ്പോഴും ഞാൻ അന്യനാണോ അമ്മു? എൻ്റെ സ്നേഹം നീ എന്താ മനസ്സിലാക്കാത്തത്? ഉണ്ണി അത് ചോദിച്ചതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് ദയനീയമായി നോക്കി. അല്ല, അന്യനല്ല. പക്ഷേ എനിക്കിനിയും അത് അംഗീകരിക്കാൻ പ്രയാസമുള്ളതുപോലെ. താനിപ്പോൾ ഒന്നും ആലോചിക്കണ്ട, നന്നായി പഠിക്കാൻ നോക്ക്. അതും പറഞ്ഞ് അവൻ അവളെ ചേർത്ത് നിർത്തി. ഇന്നതേ സമയം 11 കഴിഞ്ഞു. ഇനി പഠിത്തം വേണ്ട. താൻ പോയി കിടക്കാൻ നോക്ക്. എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് നോക്കാനുണ്ട്. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ പതിയെ പറഞ്ഞു. ഞാനും കൂടാം നോക്കാൻ. എന്നാ ശരി, താനും കൂട്. അതും പറഞ്ഞ് കബോർഡിൽ നിന്ന് അവനൊരു ബനിയൻ എടുത്തിട്ടു. അവളും അവനും മേശയ്ക്ക് ചുറ്റുമിരുന്നു. അവൻ ഓരോ അസൈൻമെൻറ്റ് നോക്കാൻ തുടങ്ങി. അതിൽ വരുത്തേണ്ട ഓരോ മാറ്റങ്ങളും അവൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നേരം 12 അടുത്തിരുന്നു. കിടക്കണ്ടേ? അവൻ അവളോട് ചോദിച്ചു. ശരിയെന്നും പറഞ്ഞ് അവൾ കട്ടിലിൻ്റെ ഒരു ഓരത്ത് ചെന്ന് കിടന്നു. അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പുറത്തെ സൈഡിലായി കിടന്നു. അല്പം കഴിഞ്ഞതും മഴ ശക്തമായി പെയ്തു തുടങ്ങിയിരുന്നു. അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇടിയും മിന്നലും ശക്തമായി പൊട്ടി. ഇടി അവൾക്ക് പേടിയാണ്. ആദ്യം അവൾ കയ്യും കാലും അവിടെ ചുരുട്ടിക്കിടന്നു. വീണ്ടും ശക്തിയോടെ ഇടി മുഴങ്ങി. അവൾ വേഗം അപ്പുറത്തേക്ക് തിരിഞ്ഞ് ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം പൂത്തിരി കത്തി. അവൻ വേഗം അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്ന് അവൾ അവനോട് അടുപ്പിച്ച് കിടത്തി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമർന്നു കിടന്നു. വീണ്ടും ഇടി ശക്തിയോടെ മുഴങ്ങി. അതിനനുസരിച്ച് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നുകൊണ്ടേയിരുന്നു. അവൻ അവളുടെ മുടിയിഴകൾ അവൻ്റെ കൈകൊണ്ട് പതിയെ തടവിക്കൊടുത്തു. അമ്മു, പേടിക്കണ്ട, ഞാനില്ലേ തൻ്റെ അടുത്ത്. അതും പറഞ്ഞ് അവൻ അവളെ പുതപ്പിനുള്ളിലേക്കാക്കി. കൂടെ അവനും. അന്തരീക്ഷമാകെ തണുത്തു തുടങ്ങി. പുതപ്പിനുള്ളിൽ അവൻ്റെ നെഞ്ചിലെ ചൂട് അവൾക്ക് വേണ്ടുവോളം കിട്ടുന്നുണ്ട്. അവൾക്ക് അവൻ്റെ നെഞ്ചിലെ ചൂട് വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ തോന്നി. അവളുടെ ഇരു കൈകളും അവൻ്റെ നെഞ്ചിൽ തന്നെയാണ്. അവനത് മാറ്റിയതുമില്ല.
അവൾ പതിയെ അവൻ്റെ അടുത്തേക്ക് ഇരുമ്മിച്ചേർന്ന് കിടന്നു. അവൻ പതിയെ എഴുന്നേറ്റ് അവളെ കട്ടിലിൽ ചാരിയിരുത്തി. ശേഷം അവളുടെ മുഖം അവൻ്റെ ഇരു കൈകളിലുമാക്കി. അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകിയതും അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ഉണ്ണി അവളെ ആർത്തിയോടെ തുരുതുരെ ചുംബിച്ചു. അവളും അവൻ്റെ നെറ്റിയിൽ ഒരു മുത്തം നൽകി. അവൻ്റെ മുഖം ചുവന്നു തുടുത്തിരുന്നു. അവൾ വേഗത്തിൽ അപ്പുറത്തേക്ക് തിരിഞ്ഞതും അവളെ അവൻ വീണ്ടും കീഴടക്കി. പിന്നീട് പരസ്പരം അറിഞ്ഞ് അവർ ഒന്നായി. പിറ്റേ ദിവസം അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത്. അപ്പോഴും അവൻ്റെ നെഞ്ചിലെ ചൂട് അവൾക്കറിയാമായിരുന്നു. ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. വിതറിക്കിടക്കുന്ന അവളുടെ മുടിയെല്ലാം പിടിച്ച് അവൾ കൂട്ടിക്കെട്ടി. വേഗത്തിൽ ബാത്റൂം ലക്ഷ്യമിട്ട് അവൾ നടന്നു. മുഖമെല്ലാം കഴുകി ഒരു കുളിയെല്ലാം പാസാക്കി അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരു കള്ളച്ചിരിയോടെ ഉണ്ണി അവളെ നോക്കി ഒരു തോർത്തുമായി ബാത്റൂമിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ നോക്കി. ഒരു നാണത്താൽ അവൾ പുറത്തേക്ക് നടന്നതും അവൻ അവളെ വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചതും ഒപ്പമായിരുന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത പരവേശമായി. വീട് ഉണ്ണിയേട്ടാ, പ്രാതലൊക്കെ കാലാക്കണ്ടേ? അതൊക്കെ പിന്നെ ചെയ്യാം. ദേ, നീ എനിക്കിപ്പോൾ ഒരു ഉമ്മ തന്നെ. അവൻ അവളോട് കെഞ്ചി. അയ്യടാ മോനെ, മോൻ്റെ പൂതി മനസ്സിൽ വെച്ചാൽ മതി. അതും പറഞ്ഞ് അവൾ കൂന്ന് അവൻ്റെ അടുത്ത് നിന്ന് ഓടി. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. പ്രാതലിനുള്ളത് ഉച്ചത്തേക്കുള്ളതും എല്ലാം ധൃതിയിൽ ഒരുക്കുന്ന തിരക്കിലാണ് അമ്മു. പെട്ടെന്ന് അവളുടെ വയറിലൂടെ എന്തോ അരിച്ചിറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ നോക്കുമ്പോൾ ഉണ്ണിയായിരുന്നു അത്. അവളൊന്ന് പുഞ്ചിരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. നാണം കൊണ്ട് അവളുടെ ശിരസ് താഴ്ന്നിരുന്നു. എന്താടോ താനിങ്ങനെ നാണിക്കണത്? നീ ഇപ്പോൾ എൻ്റെ സ്വന്തമായില്ലേ? ഇനി ഈ നാണത്തിന് അർത്ഥമില്ല കേട്ടോ. നാണം കൊണ്ട് അവളുടെ മുഖം നല്ലതുപോലെ ചുവന്നു തൊടുത്തിരുന്നു. ദേ, റൊമാൻസൊക്കെ പിന്നെ എന്നെ ഒന്ന് സഹായിച്ചേ. ദോശയും ചട്നിയുമാണ് ഉണ്ടാക്കുന്നത്. ചട്നിക്കുള്ള തേങ്ങ ചിരവി തന്നേ. അതും പറഞ്ഞ് അവൾ തേങ്ങാമുറി അവന് കൊടുത്തു. അവൻ അത് വാങ്ങി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ശേഷം തേങ്ങ അവൻ ചിരവി തുടങ്ങി. അവൻ്റെ ഹൃദയവും അവളുടെ ഹൃദയവും നല്ലതുപോലെ നിറഞ്ഞു തുളുമ്പിയിരുന്നു. രണ്ടുപേരും കൂടെ അടുക്കള ജോലിയെല്ലാം ചെയ്തു തീർത്തു. ഭക്ഷണമെല്ലാം അമ്മു മേശയിൽ നിരത്തി വെച്ചു. രണ്ടുപേരും കഴിക്കാനിരുന്നു. അവൻ ഒരു ഉരുള അവൾക്ക് വാരിക്കൊടുത്തു. അവളത് സന്തോഷത്തോടെ വാങ്ങിക്കഴിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ച് റെഡിയാവാൻ വേണ്ടി ഉണ്ണി റൂമിലേക്ക് പോയി. അവൾ അവൻ്റെ കൂടെ ചെന്നു. അവൻ ഷർട്ട് എടുത്തിട്ടു. അതിൻ്റെ ബട്ടൺ അവൾ ചെന്നിട്ട് കൊടുത്തു. അവൻ അവളോട് എന്തോ വല്ലാത്തൊരു വാത്സല്യം തോന്നി. അവൻ അവളെ എടുത്തു പൊക്കി വട്ടം ചുറ്റി. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. എന്താ ഉണ്ണേട്ടാ ഇത്? എന്നെ താഴെ ഇറക്ക്. അതും പറഞ്ഞ് അവൾ അവനിൽ നിന്ന് കുതറി. എൻ്റെ പെണ്ണെ, നീയുമായി ഇങ്ങനെയുള്ള നിമിഷങ്ങൾ ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ട് എന്നറിയോ? അവൻ അവളെ താഴെ ഇറക്കി. ഞാൻ പോയി ഏട്ടന് ലഞ്ച് എടുത്ത് വയ്ക്കാം. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞതും അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഞാൻ ഇറങ്ങാണ്. അപ്പോഴേക്കും അവൾ ലഞ്ചുമായി വന്നു. ഇറങ്ങാൻ നേരം അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടോ, നന്നായി പഠിക്കേ. ഒരു പേപ്പറല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിനക്ക് ഡിഗ്രി കിട്ടും. ഓക്കെ എന്നവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൻ പോയതും വാതിലടച്ച് അവൾ പഠിക്കാനിരുന്നു. അവൻ കൊണ്ടുവന്ന പുസ്തകങ്ങളും ഫോണിൽ ഗൂഗിൾ ഉപയോഗിച്ചും അവൾ പഠിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് സുമ വിളിച്ചു. ആ മോളെ, എന്തുണ്ട് വിശേഷങ്ങൾ? അവൾ പരീക്ഷ എഴുതുന്ന കാര്യങ്ങളെല്ലാം സുമയോട് പറഞ്ഞു. ആഹാ, അത് നന്നായി. നല്ല കാര്യമാണ് മോളെ. അമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? സുഖാണ്. ലക്ഷ്മിക്ക് സുഖാണോ അമ്മേ? അതെ, അവളിപ്പോൾ ഇവിടെ ഇല്ല. 1 മാസം ലീവ് എടുത്തു പോയിരിക്കുകയാണ്. അതെന്തു പറ്റി? അവൾക്ക് അത്യാവശ്യമായി ലണ്ടനിൽ പോവേണ്ടി വന്നു. അവൾ നിന്നിരുന്ന വീട്ടിലെ എന്തൊക്കെയോ പേപ്പർ ശരിയാക്കാനുണ്ടെന്ന് പറഞ്ഞാ പോയത്. അപ്പോൾ അപ്പേട്ടൻ്റെ കാര്യങ്ങൾ അത് ഞാൻ നോക്കും. വേറെ ആളെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഉണ്ണി പോയോ? പോയി. അച്ഛൻ ആരെയോ കാണണമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോൾ. അല്പനേരത്തെ അവരുടെ സംസാരത്തിന് ശേഷം സുമ ഫോൺ വെച്ചു. അമ്മ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് കടത്തി. അവൾക്കെന്തോ അപ്പുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സങ്കടം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം മുഖമെല്ലാം കഴുകി അവൾ വീണ്ടും പഠിക്കാനിരുന്നു. സമയം ഒരുപാടായി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവളൊന്ന് മയങ്ങി.
വൈകുന്നേരമായപ്പോഴേക്കും ഉണ്ണി കോളേജ് കഴിഞ്ഞു വന്നു. അപ്പോഴേക്കും എഴുന്നേറ്റ് അവൾ ചായയും കടിയുമെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. അവൻ വേഗം കുളിയെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാനിരുന്നു. കൂടെ അവളും. വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവർ ഒരുമിച്ച് ചായ കുടിച്ചു. രാത്രി ഒരുപാട് നേരം അവർ ഒരുമിച്ചിരുന്ന് പഠിച്ചു. അവൾക്ക് അവൻ ഒരുപാട് ക്ലാസ് എടുത്തു. അവൾ അതെല്ലാം കേട്ട് പഠിക്കുകയും ചെയ്തു. രാത്രി അവൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി അവൾ ഉറങ്ങി. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൾക്ക് പരീക്ഷയുടെ ദിവസം വന്നെത്തി. അന്ന് ലീവെടുത്ത് അവൾ എക്സാമിന് അവൻ കൊണ്ടുപോയി. അവൾക്ക് അവരുടെ നാട്ടിലായിരുന്നു സെൻറ്റർ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തെ ലീവ് എടുത്തിരുന്നു ഉണ്ണി. നാട്ടിലേക്ക് കാറിലാണ് അവർ പോകുന്നത്. കാറിൽ അവനോടൊപ്പമുള്ള യാത്ര അവൾക്ക് പ്രത്യേക സുഖം കൊടുത്തിരുന്നു. അവനും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ചധികം നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കോളേജിലെത്തി. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അവളുടെ എക്സാം. അത് കഴിഞ്ഞ് സുമയുടെയും ബാലൻ്റെയും അടുത്തേക്ക് പോവാനാണ് അവർ തീരുമാനിച്ചിരുന്നത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവർ ഹോട്ടലിൽ കയറി കഴിച്ചിരുന്നു. എക്സാമിന് അവൾ പോയപ്പോൾ അവളെ ഉണ്ണി പുറത്ത് കാത്തിരുന്നു. നീണ്ട 2 മണിക്കൂറിന് ശേഷം അവൾ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവളെ കണ്ടതും എങ്ങനെയുണ്ടായിരുന്നു എന്നവൻ അവളോട് ചോദിച്ചതും അവനെ അവൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു ഉണ്ണിയേട്ടാ, എനിക്ക് നല്ല സുഖമായിരുന്നു എക്സാം. ദേ പെണ്ണെ, ഇതേ പബ്ലിക് പ്ലേസാണ്, ആളുകൾ ശ്രദ്ധിക്കും, നീ പിടിവിട്ടെ. അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അമ്മുവിനോട് അവൻ പറഞ്ഞു. ഓ പിന്നെ, ഞാനേ എൻ്റെ ഭർത്താവിനെയാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അവൾ അത് പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ അവൻ്റെ മുഖം ചുവന്ന റോസാപ്പൂ പോലെ വിടർന്നിരുന്നു. എന്നാ നമുക്ക് പോയാലോ? അവൻ അവളെ നോക്കി ചോദിച്ചു. എങ്കിൽ ശരി, പോവാം. അതും പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് നടന്നു. ബാലസുമ മന്ദിരം ലക്ഷ്യമിട്ട് കാറ് കുതിച്ചു. അല്പസമയത്തിന് ശേഷം അവർ വീട്ടിലെത്തി. നേരം സന്ധ്യയോട് അടുത്തിരുന്നു. അവർ എത്തിയതും ബാലൻ അവരുടെ അടുത്തേക്ക് ചെന്നു. മക്കളെ വാ, എന്താ ഇത്രയും വൈകിയത്? എക്സാം കഴിഞ്ഞപ്പോൾ അല്പം താമസിച്ചു, അതാ, ഉണ്ണി അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉണ്ണിയുടെ കയ്യിൽ അമ്മു പിടിച്ചിരിക്കുന്നത് ബാലൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് ആ കാഴ്ച വളരെ കുളിർമ പകർന്നിരുന്നു. അല്ല, അമ്മ എവിടെ? അമ്മു ചോദിച്ചു. അതൊക്കെ പറയാം, നിങ്ങൾ കയറിയിരിക്കേ. അവർ രണ്ടുപേരും അകത്തേക്ക് കയറിയിരുന്നു. അമ്മ ഇന്നലെ ഒന്ന് വീണു. ബാലൻ അവരെ നോക്കി പറഞ്ഞു. അയ്യോ, എന്നിട്ട്? ഭയത്തോടെ അമ്മു എഴുന്നേറ്റുകൊണ്ട് ബാലനെ നോക്കി ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, അവൾ കിടക്കുക. നിങ്ങൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. ദേ ആ മുറിയിലാണ്. ലക്ഷ്മി പോയത് പിന്നെ അവൻ്റെ കാര്യമെല്ലാം അവൾ തന്നെയാണ് നോക്കിയത്. അതിൻ്റെ ഇടയിലാണ് വീണത്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു. കൂടെ ഉണ്ണിയും. അമ്മ, അമ്മു വിളിച്ചു. വിളി കേട്ടതും സുമ കണ്ണുകൾ തുറന്നു. നിങ്ങൾ എത്തിയോ മക്കളെ? ഞാനിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതേയുള്ളൂ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഉണ്ണി പറഞ്ഞു. ഞാനൊന്ന് വീണതാ. എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? അമ്മു ചോദിച്ചു. 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.